ഇതിനകത്തിപ്പോൾ ഓൾറെഡി മിനിസ്റ്റർ ചില കാര്യങ്ങൾ ഇവിടെ പറയുണ്ടായി. നമ്മൾ കാണേണ്ട കാര്യം, കഴിഞ്ഞ വർഷം ഈ സമയത്തുണ്ടായിരുന്ന നമ്മുടെ വൈദ്യുതി ഉപഭോഗം എന്ന് പറയുന്നത് ഏകദേശം പീക്ക് ലോഡിൽ വരുന്നത് 5450 5500 മെഗാവാട്ടായിരുന്നു എങ്കിൽ ഇപ്പം ഇത് 6200 കടന്നിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ 700-750 മെഗാവാട്ട് വൈദ്യുതി ഉപഭോഗത്തിൻ്റെ വർധനവാണ് കഴിഞ്ഞൊരു വർഷം കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. സാധാരണഗതിയിൽ ഒരു 3%, 4% വർധനവ് എല്ലാ കൊല്ലവും ഉണ്ടാവും. ഇത് നോർമലാണ്. പക്ഷേ മുൻകാലങ്ങളിലൊന്നും കണ്ടിട്ടില്ലാത്ത രൂപത്തിൽ 15% വർധനവാണ് ഈ വർഷം വൈദ്യുതി ഉപഭോഗത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതിന് പലതരം കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ ഒന്ന്, ഒരു ഹീറ്റ് വേവ് ഇപ്പോൾ ഉണ്ട്, വലിയ രൂപത്തിൽ ചൂട് കൂട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ AC അടക്കമുള്ള ഉപകരണങ്ങളുടെ ഉപഭോഗം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, നേരത്തെ ഇവിടെ മന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ പശ്ചിമേഷ്യയിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് ഇൻഡക്ഷൻ കുക്കർ അടക്കമുള്ള, ഇപ്പം നമുക്ക് കടകളൊന്നും ഇൻഡക്ഷൻ കുക്കർ കിട്ടാൻ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഉപകരണങ്ങളുടെ ഉപഭോഗം കൂടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മുൻകൂട്ടി കാണാൻ കഴിയാത്ത, ആസൂത്രണം ചെയ്ത് വെക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള വലിയൊരു ഉപഭോഗ വർധന ഉണ്ടായി. ആ ഉപഭോഗ വർധനവിനെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധ്യമായ എല്ലാ മാർഗങ്ങളും KSEB സ്വീകരിക്കുകയും ചെയ്യുന്നു. ഏകദേശം 350-400 മെഗാവാട്ടോളം വൈദ്യുതി ഓവർ ഡ്രോയൽ നടത്തിയിട്ട് കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ പ്രതിസന്ധിയെ KSEB നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെ പ്രതിസന്ധിയെ നേരിടുമ്പോഴും നിലവിലുള്ള നാഷണൽ ഗ്രിഡിൽ ഫ്രീക്വൻസി കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന വൈദ്യുതി തടസ്സങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. 49.6 താഴേക്ക് ഫ്രീക്വൻസി പോയാൽ അത് ഫ്രീക്വൻസി കേരളത്തിൽ മാത്രം നിൽക്കുന്നതല്ല, നാഷണൽ ഗ്രിഡിൻ്റെ ഭാഗമാണ്. അങ്ങനെ ഫ്രീക്വൻസി അതിൽ താഴേക്ക് പോകുമ്പോൾ ഫ്രീക്വൻസിയുടെ ഭാഗമായി, അതായത് ലോഡ് മൊത്തത്തിൽ കൂടുന്നത്, കേരളത്തിൽ മാത്രം കൂടുന്നതല്ല, ലോഡ് മൊത്തത്തിൽ കൂടുന്നതിൻ്റെ ഭാഗമായി ഫ്രീക്വൻസി ട്രിപ്പിംഗ് നടക്കുന്നു എന്നത് ആണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം. അല്ലാതെ നമ്മുടെ വൈദ്യുതി ആസൂത്രണത്തിൽ വന്ന പ്രശ്നങ്ങളൊന്നുമല്ല. അതായത് നമ്മൾ ഏറെക്കുറെ നമ്മുടെ വൈദ്യുതി ആവശ്യകതയിൽ വരുന്ന വർധനവ് കണ്ടുകൊണ്ടുള്ള ഒരു ആസൂത്രണത്തിലേക്ക് KSEB പോയിരുന്നു. എന്നാൽ വളരെ അപ്രതീക്ഷിതമായി മുൻകാലങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിലൊരു വർധന ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ദേശീയ ഗ്രിഡിലും ആ തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകുന്നു. വൈദ്യുതി വാങ്ങുന്നതിനും ചില പരിമിതികൾ ഇപ്പോൾ ഉണ്ട്. കാരണം നമ്മുടെ ഡേ ഹെഡ് മാർക്കറ്റിൽ നമ്മൾ വൈദ്യുതി വാങ്ങാൻ ശ്രമിക്കുമ്പോൾ അവിടെ കിട്ടാനില്ലാത്ത പ്രശ്നമുണ്ട്. ഇപ്പോൾ ടേം ഹെഡ് മാർക്കറ്റിൽ നിന്ന് വൈദ്യുതി വാങ്ങുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ്റെ മുമ്പിൽ KSEB പോയിട്ടുള്ളത്. ടേം ഹെഡ് മാർക്കറ്റിൽ ഇപ്പോൾ വൈദ്യുതി വാങ്ങാൻ ശ്രമിച്ചാൽ അവിടെ വൈദ്യുതി കിട്ടിക്കൊള്ളും എന്ന് ഉറപ്പിക്കാൻ കഴിയില്ല. അപ്പം ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. ആ പ്രതിസന്ധിയുടെ ഭാഗമായി ലോഡ് ഷെഡിങ്ങിലേക്കോ പവർ കട്ടിലേക്കോ ഇപ്പം നിലവിൽ പോകേണ്ട സാഹചര്യം വന്നിട്ടില്ലെങ്കിൽ പോലും അത് വരാൻ സാധ്യതയുള്ള അവസ്ഥയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.